ശ്രീ വിനോദ് സെൻ, ഈ നിലമ്പൂരിൽ ഇപ്പോൾ സാംസ്കാരിക യുദ്ധമാണ് നടക്കുന്നത്. സാംസ്കാരിക രംഗത്ത് പ്രമുഖർ എന്ന് നടിക്കുന്നവരെ കൊണ്ടുവന്ന് CPM വോട്ട് നേടാമെന്നാണ് കരുതുന്നത്. അല്ലെങ്കിൽ ഒരു ചരിത്രം പറയുമ്പോൾ അതൊരു കൃത്യമായി അങ്ങേപ്പോലുള്ള ഒരാൾക്കും കേരളത്തിലെ വോട്ടർമാർക്ക് മനസ്സിലാവും. കേരളത്തിലെ ഈ പറയുന്ന സാഹിത്യ രംഗത്തുള്ള മുഴുവൻ ആളുകളും തമ്പടിച്ച് കിടന്ന് അന്ന് ONV സാറ് തിരുവനന്തപുരത്ത് പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ കേരളത്തിൻ്റെ ഈ തിരുവനന്തപുരം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൻ്റെ എല്ലാ കോണുകളിലും താരനിബിഡമായിരുന്നു. കാരണം അദ്ദേഹം ഗാനരചയിതാവും കൂടെ ആയിരുന്നതുകൊണ്ട്, ഞാൻ ഓർക്കുന്നുണ്ട്, ദീർഘകാലം ഗാനരചയിതാവും കൂടെ ആയിരുന്നതുകൊണ്ട് സിനിമാ താരങ്ങളടക്കം മലയാളത്തിലെ സാഹിത്യ ബന്ധമുള്ള മുഴുവൻ കവികളും കലാകാരന്മാരും എഴുത്തുകാരും എല്ലാം ONV സാറിന് വേണ്ടി തിരുവനന്തപുരത്ത് തമ്പടിച്ചു. അവരുടെ ഒരു പ്രവർത്തനമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ONV സാറ് ഒരു 1 ലക്ഷം വോട്ടിന് വിജയിച്ചു എന്നുള്ള ഒരു തരംഗമായിരുന്നു അന്ന് ONV സാറിന് വേണ്ടി. അപ്പോൾ ഈ കലാകാരന്മാരെല്ലാം കൂടെ അണിനിരന്നതിൻ്റെ പരിണതഫലം എന്ന് പറയുന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, കാരണം സാംസ്കാരിക കേരളം ONV സാറിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയതുപോലെ ഇവരുടെ ജീവിതത്തിൽ മറ്റൊരാൾക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടില്ല. ആ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ കാലയളവിലുടനീളം വലിയ പ്രചരണമായിരുന്നു. പക്ഷേ ONV സാറ് പരാജയപ്പെട്ടു. ഒടുവിൽ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ONVയുടെ വീടിന് എതിർവശത്തുള്ളവരുടെ വോട്ട് പോലും കിട്ടിയിട്ടുണ്ടോ, സംശയമാണ് എന്ന് പറയുന്ന രീതിയിൽ ഒരു തമാശ കഥ തിരുവനന്തപുരത്തുകാർ ഇറക്കുകയും ചെയ്തു. അന്ന് തിരുവനന്തപുരത്ത് വന്ന എഴുത്തുകാർക്കാർക്കും അന്നും അത് തന്നെയാണ്, ഇതേ സ്ലോഗനാണ് അന്നും പറഞ്ഞത്. അതുകൊണ്ടാണ് എനിക്കിതൊരു തമാശയായിട്ട് തോന്നുന്നത്. ഞങ്ങൾക്കിവിടെ വോട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ ONVക്ക് വോട്ട് ചെയ്യത്തുള്ളൂ. ഇന്നും അത് തന്നെയാണ് എഴുത്തുകാർ വളരെ വേദനാപൂർവ്വം പറയുകയാണ്. ഞങ്ങൾക്ക് നിലമ്പൂർ വോട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് വേറൊരു ഓപ്ഷനില്ല, ഞങ്ങൾ സ്വരാജിനെ വോട്ട് ചെയ്യത്തുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും ഓർമ്മ വരുന്നത് ശ്രീ A. റഹീം തൻ്റെ വിശ്രുതമായ ഇംഗ്ലീഷ് പ്രഭാഷണങ്ങളിലൂടെ പാർലമെൻറ്റിൻ്റെ ചുവരുകളെ കോരിത്തെരിപ്പിക്കുന്ന അഭിനവ MP, അഭിനവ മാർക്സിസ്റ്റ് ദാർശനികനായിട്ടുള്ള അദ്ദേഹം അതിഗംഭീരമായ പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ P. രാജീവിനെക്കുറിച്ചും P. രാജീവും ബാലഗോപാലും പാർലമെൻറ്റ് സേവന കാലഘട്ടം അവസാനിച്ചപ്പോൾ അവിടുത്തുള്ള തൂണുകൾ പോലും പൊട്ടിക്കരഞ്ഞുവെന്നും അവരുടെ പ്രസംഗം പാർലമെൻറ്റ് നഷ്ടപ്പെടുകയാണല്ലോ എന്നുമൊക്കെ ഇപ്പോഴും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ പാർലമെൻറ്റ് പ്രസംഗങ്ങൾ ഡോക്ടർ ശശി തരൂരിൻ്റെ പ്രസംഗങ്ങൾ പോലെ നമുക്ക് കേൾക്കാൻ ഇതുവരെ ലഭ്യമല്ല. അന്ന് വാട്സപ്പും നവമാധ്യമങ്ങളും ഇല്ലായിരുന്നു. ഇനി റഹീമിനെ പോലെയാണോ ഇവർ രണ്ടുപേരും പ്രസംഗിച്ചത് എന്നുള്ള ഒരു കൗതുകവുമുണ്ട്. എന്തായാലും റഹീം വർക്കലയിൽ മത്സരിച്ചപ്പോൾ കേരളത്തിലെ സകലമാന എഴുത്തുകാരും ഒപ്പിട്ട് റഹീമാണ് ജയിക്കേണ്ടത്. അപ്പുറത്ത് മത്സരിക്കുന്നത് ഒരു തൊഴിലാളി INTUC-കാരനാണ്. ഈ INTUC-കാരനല്ല ഇവിടെ വരേണ്ടത്, INTUC-കാരനുള്ള വേദിയല്ല ഇതെന്ന് പറയുന്നത്. റഹീമിനെ പോലെ വളരെ കുലീനനായ ഒരു പോരാളി എന്നാണ് അവർ പറഞ്ഞത്. വിജയലക്ഷ്മി ടീച്ചറോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അദ്ദേഹത്തെ പറഞ്ഞു തരും. വിജയലക്ഷ്മി ടീച്ചർ പറയുന്നത്, എന്നെ ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ അനുവദിക്കാതെ ഇരിക്കടി അവിടെ എന്ന് പറഞ്ഞ് വളഞ്ഞു വെച്ച ചെവിയിൽ പറഞ്ഞ വിജയലക്ഷ്മി ഇടയ്ക്ക് എന്നെ വിളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അത് ഇപ്പോഴും തൻ്റെ കാതിൽ നിന്ന് പോയിട്ടില്ല. ദുസ്വപ്നമാണ്. അത് വലിയ സാംസ്കാരിക പ്രവർത്തനമാണ് റഹീം നടത്തിയത്. ഡോക്ടർ വിജയലക്ഷ്മി ഇപ്പോൾ അമേരിക്ക. അപ്പോൾ ആ വിജയലക്ഷ്മി ടീച്ചറെ തൻ്റെ സാംസ്കാരിക പ്രവർത്തനം കൊണ്ട് ഇപ്പം പോലും ഉറക്കം കെടുത്തുന്ന A. റഹീമിന് വേണ്ടി വർക്കലയിൽ ഇതുപോലെ സാംസ്കാരിക പ്രവർത്തകർ നോട്ടീസ് ഇറക്കി, കവിത ചൊല്ലി, കഥ ചൊല്ലി, ഇത് ഇടതുപക്ഷമാണ്, ഹൃദയപക്ഷമാണ്, ഇയാൾ നമ്മുടെ പുതിയ തേരാളിയാണ്, ഇയാൾ നിയമസഭയിലുണ്ടാകണം. ആ റഹീം പരാജയപ്പെട്ടു പോയി. അതിൻ്റെ 3-ാം ഊഴമാണ്. ഒന്നിൽ പഴിച്ചാൽ 3 എന്ന് പറയുന്നത് പോലെ ഇപ്പോഴെങ്കിലും വിജയിക്കുമോ എന്നുള്ള ഇതിൽ KR മീര അടക്കം, ഇപ്പോൾ വൈശാഖൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ, അദ്ദേഹം ഇന്നലെ പറഞ്ഞു, അവരുടെയൊക്കെ കഥകൾ നമ്മൾ വായിക്കുന്നതാണ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് ഒരുപാട് വായിക്കുന്നു എന്ന് പറയുന്നു, പക്ഷേ അദ്ദേഹം വായിക്കുന്നതിൻ്റെ ഒരു പ്രതിഫലനവും അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിലില്ല. അദ്ദേഹം മോശമായിട്ടാണ് ഞങ്ങളെക്കുറിച്ച് വർത്തമാനം പറയുന്നതെന്ന്. അപ്പോൾ നമുക്ക് മലയാളിക്ക് തോന്നുന്നതാണ് എന്ത് ഗംഭീരമായിട്ടാണ്, ഇടതുപക്ഷക്കാരെല്ലാം വായിക്കുന്നവരാണ്. അപ്പം സ്വാഭാവികമായിട്ടും ശ്രീ പിണറായി വിജയനും ഗംഭീരമായിട്ട് വായിച്ചിട്ടുണ്ടായിരിക്കണം. ആ വായനയുടെ പിൻബലത്തിൽ നിന്നുകൊണ്ട് വൈശാഖൻ മാഷ് സ്വീകരിക്കുന്നത് പിണറായി വിജയൻ്റെ രാഷ്ട്രീയത്തെയാണ്. ആ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കൂ എന്നുള്ളതാണ് സ്വരാജിൻ്റെ മഹത്വം. ആ മഹാൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ള വായനയുടെ മഹത്വത്തിലൂടെ അദ്ദേഹം ആർജിച്ചെടുത്ത അറിവിൻ്റെ നിദാനമായ പദപ്രയോഗങ്ങളാണ്
ബിഷപ്പിനെ വിളിക്കുന്നത് നികൃഷ്ടജീവി എന്നാണ്. അതെ, നികൃഷ്ടജീവി എന്നാണ്. ഇപ്പുറത്ത് തൻ്റെ പാർട്ടി വിട്ടുപോയ ഒരു സഹപ്രവർത്തകനെ വിളിക്കുന്നത് കുലംകുത്തി ഇല്ല കുലംകുത്തി എന്നാണ്. കുലംകുത്തിയെ 51 വെട്ടി കൊല്ലുമ്പോൾ പറയുന്നു നിങ്ങളുടെ ഈ പ്രയോഗം മാറുന്നുണ്ടോ? ഇല്ല, കുലംകുത്തി തന്നെയാണ്. അതുപോലെ തന്നെയാണ് പരനാറി പ്രയോഗവും. അത് കഴിഞ്ഞിട്ട് കൊല്ലത്ത് വരുമ്പോൾ ഈ മാർക്സിസത്തിൻ്റെ ഏറ്റവും പുതിയ വെർഷനായിട്ടുള്ള ശ്രീ MA ബേബി മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായിട്ട് NK പ്രേമചന്ദ്രൻ UDFൻ്റെ സ്ഥാനാർത്ഥിയായപ്പോൾ അദ്ദേഹത്തെ പരനാറി എന്നാണ് വിളിച്ചത്. പിന്നെ വൈശാഖ മാഷിൻ്റെയൊക്കെ കൂട്ടത്തിലുള്ള എഴുത്തിലൂടെ പ്രശസ്തനായ ഒരു പത്രാധിപരായിട്ടുള്ള ഗോപാലകൃഷ്ണനെ എടോ ഗോപാലകൃഷ്ണ എന്നാണ് വിളിച്ചത്. അപ്പോൾ കേരളത്തിൻ്റെ VD സതീശൻ മഹാമോശമാണ് സംസാരിക്കുന്നത്. പക്ഷേ അവർ സ്വരാജ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് മഹനീയ മധുര കോമള പദാവലികളിലൂടെ മലയാളികളെ വല്ലാതെ കോരിത്തെരിപ്പിക്കുന്ന ശ്രീ പിണറായി വിജയൻ്റെ രാഷ്ട്രീയത്തെ പിന്താങ്ങുന്നു എന്നുള്ളതാണ്. ഇനി സ്വരാജിന് അവർ കാണുന്ന ഒരു മറ്റൊരു മഹത്വം ഞാൻ കാണുന്നത് ഈ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന പഴയ കമ്മ്യൂണിസ്റ്റുകാരനെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് വിധേയമാക്കണം എന്നുള്ള അതിഗംഭീരമായ ഉൾപാർട്ടി ജനാധിപത്യത്തിലെ പദപ്രയോഗം വന്നത്, പ്രസംഗം വന്നത് ശ്രീ M സ്വരാജിൻ്റെ പക്കൽ നിന്നാണ്. അപ്പോൾ അങ്ങനെയും സ്വരാജിന് ഉയർത്തിപ്പിടിക്കാവുന്ന ഗംഭീരമായ രാഷ്ട്രീയമുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്വരാജ് വീണ്ടും കേരളത്തിൽ ശ്രദ്ധേയനാകുന്നത് ശ്രീ PT തോമസ് അപ്രതീക്ഷിതമായി മരിക്കുമ്പോഴാണ്. ആ മരണത്തിൽ പോലും ഞങ്ങളുടെ ശത്രുത അവസാനിക്കുന്നില്ല. എത്ര തുലാമഴ ഇടിവെട്ടി പെയ്താലും ചോരയായി തന്നെ നിലനിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിതാന്ത വൈരത്തിൻ്റെ ഒരു കറുത്ത ഏടിനെ, അങ്ങനെ PT തോമസുമായിട്ട് വൈരത്തിൽ ഏർപ്പെടേണ്ട ഒന്നുമില്ല, ഏതോ പ്രസംഗങ്ങളാണ് അവരെ പ്രകോപിപ്പിച്ചത്. പക്ഷേ ഞങ്ങളുടെ ശത്രുവാണ് ഇയാൾ, അതുകൊണ്ട് അയാളുടെ മരണത്തിന് ഒരു ദയയും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്ന് പ്രദർശിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് PT തോമസിൻ്റെ ഭാര്യ തിരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോഴാണ് കുപ്രസിദ്ധമായ കേരയിൽ വികസന വിപ്ലവത്തിൻ്റെ മഞ്ഞക്കുറ്റിയിടൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പത്രക്കാരുടെ ചോദ്യത്തിന് പ്രതികരണമായിട്ട് അവർ പറഞ്ഞു, ഒരു പഴയകാല KSUകാരിയാണ്, അവർ പറഞ്ഞു ആർക്കാ ഇത്ര വേഗത? ആ പദപ്രയോഗത്തിനെ എടുത്തുകൊണ്ട് മഹാനായ സ്വരാജ് പറഞ്ഞത് നിൻ്റെ അമ്മൂമ്മയുടെ 16 അടിയന്തരത്തിന് ഞങ്ങൾ പോവുകയാണ്, അതുകൊണ്ടാണ് ഇത്ര വേഗത. അപ്പം ഇത്തരത്തിലുള്ള ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അറിവിൻ്റെ ബഹിർസ്ഫുരണങ്ങളാണ് മലയാളിക്കിടയിലേക്ക് വന്നിട്ട്. ഈ ആളിനെ പിന്തുണയ്ക്കാൻ സാംസ്കാരിക പ്രവർത്തകർക്ക് അവകാശമില്ലെന്ന് ചോദിച്ചാൽ അതിന് അവകാശമുണ്ട്. പക്ഷേ ആ പിന്തുണ ആണ് കേരളത്തിൻ്റെ പിന്തുണ എന്നൊന്നും അങ്ങ് പടുവർത്തമാനം പറയരുത്. അപ്പോൾ അതുകൊണ്ടാണ് കൽപ്പറ്റ നാരായണ മാഷ് പറഞ്ഞത് നിങ്ങൾക്ക് പിന്തുണയ്ക്കാം. ഇപ്പോൾ KR മീര എന്ന് പറയുന്ന എഴുത്തുകാരിയെ നിങ്ങൾ നോക്കിക്കേ, ഇത്രയും നികൃഷ്ടത പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ച് ഒരു സ്ത്രീയാണെന്ന പരിഗണന എന്ന വാക്കൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ലിംഗസമത്വത്തിൻ്റെ കാലമാണ്. പക്ഷേ ഇത്രയും വൃത്തികെട്ട, ഒരു പക്ഷേ സാക്ഷാൽ പമ്മൻ പോലും എഴുതാൻ അറയ്ക്കുന്ന ഭാഷയിൽ, ആ ഭാവനാവിലാസത്തിൽ, നമ്മുടെ പഴയ കാലത്തെ മഞ്ഞ പുസ്തകത്തിൻ്റെ അതേ ശൈലിയിൽ പ്രിയങ്ക വധേര ഗാന്ധിയെ ചിത്രീകരിക്കുന്ന KR മീരയും പറയുന്നു. കാരണം അതൊക്കെ വളരെ മഹത് വ്യക്തിത്വങ്ങളാണ്. അവരും പറയുന്നു എനിക്കിവിടെ വോട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ സ്വരാജിനെ വിജയിപ്പിക്കൂ എന്ന് പറയുന്നു. അപ്പോൾ ഈ പറയുന്ന ആളുകളുടെ വർത്തമാനം ഒന്നുകൂടെ നന്നായി മുറുകട്ടെ, കുറേ ആളുകൾ കൂടെ ONV സാറിന് പ്രവർത്തിച്ചതുപോലെ അവിടെ കൃത്യമായി എത്തിച്ചേരട്ടെ. ഇവരുടെ എല്ലാം വലിയ പ്രവർത്തനങ്ങളിലൂടെ ആര്യാട് ഷൗക്കത്ത് വിജയിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.